കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുന്നു. ശശി തരൂരിന് കടുത്ത മുന്നറിയിപ്പുമായി കോൺഗ്രസ് പ്രതിനിധി രംഗത്തെത്തിയിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ഒരു രക്തസാക്ഷി പരിവേഷം നൽകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും വേണമെങ്കിൽ അദ്ദേഹത്തിന് സ്വയം പാർട്ടി വിട്ടു പോകാമെന്നുമാണ് നേതൃത്വത്തിന്റെ കർശന നിലപാട്. ഇതോടൊപ്പം അച്ചടക്ക നടപടി നേരിട്ട യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലിയുള്ള വിവാദങ്ങളും പാർട്ടിക്കുള്ളിൽ പുകയുകയാണ്. കേരളത്തിലെ കോൺഗ്രസ് നേരിടുന്ന പുതിയ പ്രതിസന്ധികളിലേക്ക് വിശദമായി നമുക്ക് നോക്കാം. കേരളത്തിൽ കോൺഗ്രസ് നേതൃത്വവും ശശി തരൂരും തമ്മിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. തരൂരിന്റെ ഭാവി സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ഇപ്പോൾ പരസ്യമായി തന്നെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നതെന്ന് നേതൃത്വം വിലയിരുത്തുന്നു. കോൺഗ്രസ് പ്രതിനിധിയുടെ വിമർശനങ്ങൾ ഇതൊക്കെയാണ്. ഒരു പാർട്ടിയിൽ നിന്ന് ഒരു വ്യക്തിക്ക് നേടാവുന്നതെല്ലാം ശശി തരൂർ ഇതിനകത്തും നേടിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പരമോന്നത സമിതിയായ വർക്കിംഗ് കമ്മിറ്റിയിലെ അംഗത്വവും ക്യാബിനറ്റ് പദവിയിലുള്ള ഒരു കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനവും ഇതിൽ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നതാണ്. പാർട്ടിയിൽ നിന്ന് പുറപ്പെട്ട് ഒരു രക്തസാക്ഷി പരിവേഷം നേടിയെടുക്കാനാണ് തരൂർ ശ്രമിക്കുന്നത്. അത്തരമൊരു പരിവേഷം നൽകാൻ പാർട്ടി തയ്യാറല്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ സ്വയം പാർട്ടി വിട്ടുപോകാം. എന്നാൽ പുറത്താക്കലിനായി കാത്തിരിക്കേണ്ടതില്ല. അദ്ദേഹം ലക്ഷ്യമിടുന്ന രക്തസാക്ഷി പദവി ഒരു വ്യാമോഹം മാത്രമാണെന്നും നേതൃത്വം തറപ്പിച്ചു പറയുന്നു. അതേസമയം തരൂരിന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ KPCC അല്ലെന്നും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണെന്നും നേതൃത്വം വ്യക്തമാക്കുന്നു. കോൺഗ്രസ് പ്രസിഡന്റും സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നും പ്രതിനിധി കൂട്ടിച്ചേർത്തു. ഒരു പ്രത്യേക വിഷയത്തിൽ പാർട്ടിയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്നത് കോൺഗ്രസിനുള്ളിൽ പുതിയ തർക്കങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഇത് കടുത്ത അതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സുധാകരനെ പോലെയുള്ള നേതാക്കളുടെ പരസ്പരവിരുദ്ധമായ പ്രസ്താവനകളും പാർട്ടികളിലെ ഭിന്നതകളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണെന്ന പ്രതിരോധമാണ് നേതൃത്വം ഉയർത്തുന്നത്. ഒരു ജനാധിപത്യ പ്രസ്ഥാനമെന്ന നിലയ്ക്ക് വ്യത്യസ്ത നേതാക്കൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണെന്ന് പാർട്ടി പ്രതിപാദിക്കുന്നു. ചുരുക്കത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടുത്ത ആഭ്യന്തര വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോകുന്നത്. ശശി തരൂരിനോടുള്ള നേതൃത്വത്തിന്റെ കർശന നിലപാടും രാഹുൽ മാങ്കൂട്ടത്തിനെ ചൊല്ലി മുതിർന്ന നേതാക്കളിൽ രൂപപ്പെട്ട അതൃപ്തിയും പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്നു. ശശി തരൂരിന് കർശനമായ താക്കീത് നൽകുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിനുള്ളിൽ മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന ആക്ഷേപം പാർട്ടിക്കുള്ളിലെ അധികാര സമവാക്യങ്ങളെയും അച്ചടക്ക നടപടികളിലുമുള്ള ഇരട്ടത്താപ്പിനെയുമാണ് തുറന്നുകാട്ടുന്നത്.